ഗായ്സ് വെൽക്കം ടു ജയ്സ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലല്ലാതെ ദുബായിൽ വന്നതാണ്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ ടൈം അറൗണ്ട് ഒരു 6:30 ഒക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ നേരെ മംസാർ ബീച്ചിലേക്ക് പോവാണ്. ഏതെങ്കിലും ബീച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഓക്കെ മംസാർ ബീച്ചിൽ പോയിട്ടൊന്ന് അടിച്ചു പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മളിതാ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ കോഞ്ഞ വരാം. ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ ബിൽഡിങ് വരുന്നത്. അല്ലാതെ വണ്ണിൽ കുറച്ച് കൺജസ്റ്റഡുള്ള സ്ഥലമാണ്, പക്ഷെ എന്നാലും സൂപ്പർ കൂളാണ്. ഇതാണ് അവിടെ പാർക്കിംഗ് ബിൽഡിങ്. അപ്പോൾ അവരെല്ലാം പാർക്കിങ് വണ്ടി എടുക്കാൻ പോയി. ഞാൻ വിചാരിച്ചു ഇവിടെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് എടുക്കാമെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനൊക്കെ തീരെ താല്പര്യമില്ല. ഇപ്പോൾ ഞാൻ ഭയങ്കര പ്ലാനുകളോടൊക്കെ കൂടെ കഴിഞ്ഞ വർഷം എൻ്റെ മണാലി ട്രിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്തൊക്കെയോ കുറേ വീഡിയോസ് എടുക്കുന്നൊക്കെ പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനലാണ്. പക്ഷെ എന്താണെന്നറിയത്തില്ല, അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലേ. മുഖം മുഴുവൻ ടയനാണ്. കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, എന്താ പറയുക, എനിക്കെന്തോ അധികം സബ്സ്ക്രൈബേഴ്സും ലൈക്സും ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുകയാണ് ഒരു വട്ടം കൂടെ. എങ്ങനെയാണ് നമുക്ക് വ്യൂസൊക്കെ കിട്ടുന്നുണ്ടോയെന്ന്. ഇനി വ്യൂസൊന്നും കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീഡിയോസ് എല്ലാം സേവ് ചെയ്തിട്ട് നമുക്കൊരു 10-50 വർഷം കഴിയുമ്പോൾ നമുക്ക് തന്നെ എടുത്ത് നോക്കാനായിട്ട് ഉപയോഗിക്കാമല്ലോ. ആ ഒരു ഇതിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഇതാ നമ്മുടെ കാർ എത്തിയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ള കാറിൽ കയറിയിട്ട് സംസാരിക്കും. അങ്ങനെ നമ്മൾ അറൗണ്ട് ഒരു 10 മിനിറ്റ്സ് ട്രാവൽ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ മംസാർ ബീച്ചിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് മംസാറിലേക്കുള്ള മെയിൻ റോഡ് വരുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും സൈഡിൽ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ബീച്ചിൻ്റെ എക്സ്റ്റൻഷൻ്റെ ഭാഗമായിട്ട് പുതിയ കുറച്ച് പ്രൊജക്ട്സ് വരുന്നുണ്ട്. അവിടെ കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ പല ഏരിയാസും അവർ ക്ലോസ്ഡ് ആണ്. പല ഏരിയ എന്നല്ല, മോസ്റ്റ്ലി 90% ബീച്ചും ക്ലോസ് ആണ്. പക്ഷേ ഇവിടെ എവിടെയോ ഒരു ചെറിയൊരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിലൂടെ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിൻ്റെ ഒരു ഭാഗം മാത്രം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫുൾ ഏരിയ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് എൻട്രൻസിൽ കൂടെ വേണമെങ്കിൽ കയറാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു മോർ ദാൻ 10 to 15 എൻട്രൻസ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. നോക്കാം, സൂൺ നമുക്ക് ഇതെല്ലാം ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ പുതിയൊരു അഡ്വഞ്ചർ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കാരണം ഇത് എക്സ്റ്റൻഷൻ ബീച്ച് ആയതുകൊണ്ട് ഇതിൻ്റെ സൈഡിൽ ഒരുപാട് പ്ലേസസ് ഉണ്ട്. രണ്ട് സൈഡിലും ഇത് വരുന്നുണ്ട്. കാരണം ഒരു സൈഡ് ഷാർജ വരുന്നത്, മറ്റേ സൈഡ് ദുബായ് സൈഡാണ് വരുന്നത്. ഒരുപാട് ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ കുറേ പുതിയ പുതിയ പ്രൊജക്ട്സും പുതിയ പുതിയ പാർക്കും കാര്യങ്ങളൊക്കെ ഗാർഡൻസൊക്കെ അവർക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ബീച്ചിൻ്റെ ഈ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വില്ലാസാണ്, അറബിക് വില്ലകളാണ് വരുന്നത്. ഇവിടെയൊക്കെ താമസിക്കുന്നവർ നല്ല രസമായിരിക്കും, നല്ല വ്യൂ ആയിരിക്കും. പിന്നെ ആ കാണുന്ന ബിൽഡിങ്സൊക്കെ ഷാർജ സൈഡിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്നുകൊണ്ട് നമുക്ക് ഷാർജ കാണാൻ പറ്റും. ഷാർജയ്ക്ക് പോകാൻ ഈസിയാണ്, ഈ റൂട്ടിൽ കൂടെ പോകാനായിട്ട്. എനിക്കിവിടെ ബസ്സെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു ഷാർജയിലേക്ക് ക്രോസ് ചെയ്യാനായിട്ട്. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ മംസാർ ബീച്ച് എത്തിയിരിക്കുകയാണ്. വൈബിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് ഇനി പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. സൺസെറ്റിൻ്റെ സമയത്താണ് നമ്മൾ വന്നത്. അതുകൊണ്ട് തന്നെ ഈ കളറിങ് കോമ്പിനേഷൻ എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. വല്ലാത്തൊരു ഫീൽ ആൻഡ് വൈബായിരുന്നു. കാരണം നിനക്ക് കണ്ടാൽ മനസ്സിലാവും ആകാശത്തുള്ള കളറുകളും അറ്റ്മോസ്ഫിയറും. പിന്നെ ഒരേ ഒരു നെഗറ്റീവ്, നല്ല ചൂടാണ്, ഹ്യൂമിഡിറ്റി കൂടുതലാണ്. ഞാൻ വിയർത്തൊളിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഈ ഒരു വൈബ് മിസ്സായില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. ഈ ഒരു ടൈമിൽ മംസാറിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അല്ലെങ്കിൽ നോർമലി രാവിലെ ആയിരിക്കും, അല്ലെങ്കിൽ ഇരുട്ടിയതിന് ശേഷമായിരിക്കും വരാറുള്ള. ഈ ഒരു ടൈമിൽ ഫസ്റ്റ് ടൈം വന്നതുകൊണ്ട് തന്നെ ഇതെനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഏതോ ഒരാൾ ക്യാൻവാസിൽ വരച്ച് വെച്ചൊരു പിക്ചർ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ഓയിൽ പെയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് പിക്ചർ വരയ്ക്കത്തില്ലേ. അപ്പോൾ നമ്മൾ ഫൈനലി ബീച്ചിലെത്തിയിട്ടുണ്ട്. പക്ഷേ ബീച്ചിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഫുള്ളി ട്രാഫിക്കാണ്. അപ്പോൾ ഈ ബീച്ചിൻ്റെ അടുത്ത ഏരിയസിലൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് കിട്ടിയില്ല, പാർക്കിംഗ് കിട്ടിയില്ല. എന്താ ഇവിടെ ഈ ബാക്കിൽ ഈ മോസ്ക് കണ്ടില്ലേ, ഈ മോസ്കിൻ്റെ ബാക്ക് സൈഡിൽ കൊണ്ട് നമ്മൾ കാർ പാർക്ക് ചെയ്തു. ഭയങ്കര ചൂടാണ്. കാരണം ഇറങ്ങിയ സമയത്ത് അധികം ആ ഏരിയയിൽ ചൂടൊന്നും തോന്നിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ബീച്ചിൻ്റെ അടുത്തായതാണെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്. പിന്നെ അത് ഇപ്പുറത്തെ ഒരു കണ്ടില്ലേ ഒരു കാഫിയൊക്കെ വരുന്നുണ്ട്. ഭയങ്കര തിരക്കാണ്. ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെന്നെ ഇതിലാണ് കൊണ്ടുപോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ റെഡ് സിഗ്നൽ കാണുമ്പോഴൊക്കെയാണ് ഇവർ ക്രോസ് ചെയ്യുന്നത്. ഇവരിവിടെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ബാക്കിൽ കാണുന്ന സംഭവമില്ലേ, അതിൻ്റെ ഇതിനു വേണ്ടി ഒരു റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് കുറേ ഏരിയാസ് എല്ലാം ക്ലോസ് ആണ്. ഒരു ചെറിയൊരു വഴി പോലെ ഇങ്ങനെ ഇതിൻ്റെ അടുത്ത് കൂടെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുവഴി പോയാൽ മാത്രമാണ് നമുക്കിതിൽ കയറാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ബീച്ച് കാണാനായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ക്ലോസ് ആണെന്ന് പറഞ്ഞിരിക്കേണ്ട. ഫ്രണ്ടേജ് കഴിഞ്ഞിട്ടൊരു 100-200 മീറ്റർ കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ആണോ, ഈ ഒരു വഴി. അപ്പോൾ ഈ വഴി കൂടെ നമുക്ക് ഇതിനകത്തേക്ക് വരാൻ പറ്റും. ഇതാണ് ബീച്ച് വരുന്നത്, കണ്ടില്ലേ.
ബീച്ച്. ഉച്ച നേരത്തൊക്കെ വന്നാൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ. അപ്പോൾ ഉച്ച നേരത്തൊന്നും വരാതിരിക്കാൻ നല്ലത്. പിന്നെ ഈ ഒരു ടൈമിലൊക്കെ ആണെങ്കിൽ നല്ല ഫീലായിരിക്കും നമുക്ക്. കണ്ടില്ലേ? പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവമൊക്കെ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് വന്നിരിക്കാം. ഇപ്പോൾ ആരുമില്ല, അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കാം. പിന്നെ ഇവിടേക്ക് ഫീയും കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ടോട്ടൽ ബീച്ച് ഏരിയ വരുന്നത്. നല്ല സംഭവമാണ്. നല്ല എന്താ പറയുക, മൈൻഡ് ഭയങ്കര കൂളായിട്ടിരിക്കാനൊക്കെ നല്ലൊരു ഏരിയ ആണിത്. ആകാശം കണ്ടില്ലേ? നല്ല ഓറഞ്ച് നിറത്തിലിരിക്കുവാണ്. ഈ ഒരു ബീച്ചിൻ്റെ ഏരിയ നിങ്ങൾക്ക് വരുന്നത് ഇത് മംസാർ ബീച്ചാണ് വരുന്നത്. അപ്പോൾ തേരയിൽ നിന്ന് അവിടെ നിന്നൊക്കെ ബസ് ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് മംസാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പ് മറ്റേ ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബസ് ഉണ്ടായിരിക്കും ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നേരിട്ടായിട്ട് പോരെ. പിന്നെ ഇത് ക്ലോസ് ആണെന്ന് വിചാരിച്ചും കാണിട്ട് തിരിച്ചൊന്നും പോകേണ്ട. ഇത് ക്ലോസ് ഒന്നും അല്ല. ഇതിൻ്റെ ഒരു ഭാഗം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റിനോവേഷന് വേണ്ടിയിട്ട് കുറേ എൻട്രൻസുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ? ഈ ഏരിയയിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കാരണം കൊണ്ട് ഇവരിത് കുറച്ച് ഏരിയ ക്ലോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് തുറന്നു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരാൻ പറ്റും. അല്ലേ? ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം ഈ ഒരു ലൊക്കേഷനിലുള്ള ആൾക്കാർക്കൊന്നും വേറെ ബീച്ചൊന്നുമില്ല. പിന്നെ ജുമേരയും പിന്നെ ക്രീക്കൊക്കെ വരുന്നത്. ക്രീക്കിൽ എനിക്ക് തോന്നുന്നില്ല, ക്രീക്കിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. പിന്നെ ജുമേര വരുന്നത്, അത് ഭയങ്കര ഫാർ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും പ്രിഫർ ചെയ്യത്തില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യാനും. ഞാനിവിടെ മുമ്പ് വരാറുണ്ട്. മുമ്പ് ഞാൻ എൻ്റെ ഫ്രണ്ട്സായിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾ ഫുഡെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്ന് പണ്ടത്തെ ടൈമിൽ ഇതല്ല, ഇതിപ്പോൾ കുറച്ച് ഭാഗമല്ലേ ഓപ്പൺ ആയിട്ടുള്ളൂ. പണ്ട് എല്ലാ ഭാഗമുള്ള സമയത്ത് നമുക്ക് ഏതൊരു ഏരിയ അധികം ക്രൗഡൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ നമുക്ക് പോയിട്ട് ഇരിക്കാനൊക്കെ പറ്റാറുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നല്ല വൈബായിരുന്നു ഇവിടെ വന്നിരിക്കാനൊക്കെ ആയിട്ട്. സോ ബീച്ച് എക്സ്പ്ലോർ ചെയ്യണം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് ടിക്ടൊക്കെ സംസാരിക്കുന്നൊക്കെ ഉള്ളവർക്കൊക്കെ ഹൈലി പ്രിഫറബിൾ ആയിട്ടുള്ള സജസ്റ്റീവ് ആയിട്ടുള്ള ബീച്ചാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് നേരെ പോരെ. നല്ല അടിപൊളി സംഭവങ്ങളാണ്. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ഈ ആ കൂനെ പോലെ കണ്ടിട്ടുണ്ടോ? കാണിച്ചു. ഈ ഒരു സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് കിട്ടുമെന്നുള്ള കാര്യത്തിലൊന്നും ഉറപ്പൊന്നുമില്ല. കാരണം വെച്ചാൽ ഇത്ര ആൾക്കാർ വരുമ്പോൾ ഓൾറെഡി അവിടെ ആളുകൾ ചെരുപ്പൊക്കെ വെച്ച് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് ആൾക്കാർ അവിടെ കയറിയിരിക്കുന്നത്. അതുകൊണ്ട് അത് കിട്ടുന്ന ഉറപ്പൊന്നുമില്ല. എന്നാലും നിങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ നിലത്തൊക്കെ ഇരിക്കാൻ ഓക്കെ ആണെന്ന ആൾക്കാർക്കൊക്കെ നിലത്തിരിക്കാം. ഇപ്പോൾ ഓൾമോസ്റ്റ് നൈറ്റ് ആയി തുടങ്ങി. ലൈറ്റും എല്ലാം ഓൾമോസ്റ്റ് പോയി തുടങ്ങി. അതുകൊണ്ട് ഇതിൽ അധികം ക്ലാരിറ്റിയും സംഭവങ്ങളൊന്നും ഉണ്ടാവത്തില്ല. അവിടുന്ന് ഇറങ്ങിയ സമയത്ത് ഒരുവിധം ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ലൈറ്റ്സും പോയി തുടങ്ങി. പിന്നെ ഇവിടെ നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു വേസ്റ്റ് ബിൻ ഇരിക്കുന്നുണ്ട്, റീസൈക്ലിംഗ് മെറ്റീരിയൽ. അപ്പോൾ നമുക്ക് വേസ്റ്റൊക്കെ ഇനി അതിൽ തന്നെ കൊണ്ടിടാം. നോക്കാം, ഇവിടെ ഒന്നും ഇടരുത്. ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പോലീസ് പിടിക്കും, അത്രയേ ഉള്ളൂ. അതൊരു ലക്കായിട്ട് കിട്ടിയതാണ്. ഒരു ഫാമിലി കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയപ്പോൾ ഞാനതൊക്കെ എടുത്തു. കേട്ടോ, ഇതാണ് നൈറ്റ് ടൈമിൽ വരുന്നത്. അപ്പോൾ ഈ ഇങ്ങനത്തെ കുടകളൊക്കെ നമുക്ക് ലക്ക് പോലെ കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മളിവിടെ കുറേ നേരം വാച്ച് ചെയ്തിരുന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് അതിൽ കയറി ഇരിക്കാവുന്നേ ഉള്ളൂ. അല്ലാതെ ഇത് പണ്ട് റിനോവേഷന് പ്ലാനിങ് ചെയ്യുന്നതിന് മുമ്പ് കുറേ കുടകളുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ കുടകളിലൊക്കെ ഇരുന്ന് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു. ഇപ്പോൾ ഇത്രയോ 1 പിന്നെ അവിടെ 2 3 4 5 അംബ്രല്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ലക്കായിട്ട് കിട്ടുമെങ്കിൽ കിട്ടും, അത്രയേ ഉള്ളൂ. പിന്നെ ഇതാണ് ഈ ബാക്ക് സൈഡ്. ഈ വഴി കൂടെയാണ് നമ്മൾ വന്നത് കേട്ടോ. ചൂട് മാത്രം ഭയങ്കര ഇഷ്യൂസാണ്. ചൂട് സഹിക്കാൻ പറ്റും എന്നുള്ളവർക്ക് മാത്രമേ ഇങ്ങോട്ട് പ്രിഫറബിളാണ്. അല്ലാത്തവരൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. ഭയങ്കര ചൂടാണ്. ഞാൻ തന്നെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒലിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ബീച്ചിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോകാമായിരുന്നു. ഇതാണ് നൈറ്റ് വ്യൂസ് വരുന്നത്. സംഭവം എല്ലാം ക്ലാസ് ആണ്. കാരണം എനിക്കിത് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. ഈ കുട ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവന്മാരൊന്നും കാണാനില്ല. അതുകൊണ്ട് ഞാനിവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ ചുറ്റിയടിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ ആളുകൾ എൻ്റെ ഈ സീറ്റിന് വേണ്ടി മോഹിക്കുന്നുണ്ടായിരിക്കും, എനിക്കറിയാം. കാരണം ഈ സീറ്റിൽ ഒരാൾ ഇരുന്നിട്ട് പിന്നെ അധികം വേറെ ആൾക്കാരൊന്നും വന്നിരിക്കത്തില്ല. പക്ഷെ എല്ലാവർക്കും ഈ സീറ്റ് കിട്ടണമായിരിക്കും. ഇവിടെ ആകെ ഇരിക്കാനുള്ളത് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വഴിയാണ് നമ്മൾ വന്നത്. പിന്നെ അത് അവിടെ വരെ ഇവിടെ കാണിക്കുന്ന ഒരു ഭാഗം വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടെല്ലാം ബ്ലോക്കാണ്. പിന്നെ ഇവിടെ വരുന്നൊരു ഭാഗമില്ലേ, ഇതിനപ്പുറത്തേക്കും ബ്ലോക്കാണ്. അപ്പോൾ അവിടെ പ്രൊജക്റ്റിൻ്റെ എഴുതി വെച്ചിട്ടുണ്ട് അവർ. കുറച്ച് നാളായി അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട്. പിന്നെ ഇനി എപ്പോഴാണ് തീരാന്നറിയില്ല. പിന്നെ അത് ഇവിടെ ഈ വണ്ടി കണ്ടില്ലേ, ഈ വണ്ടി ഇടയ്ക്കിടയ്ക്ക് എല്ലായിടത്തും ചുറ്റിയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല എന്നൊക്കെ ഉള്ളത് മേക്ക് ഷുവർ ചെയ്യും. അത് പോലീസിൻ്റെ അല്ല, ദുബായ് ബീച്ചസ് എന്ന് പറയുന്ന എന്തോ സംഭവമാണ്, സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. നൈറ്റ് ബീച്ച്
എന്നാലും കുറേയൊക്കെ കാര്യങ്ങൾ വിസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇതല്ല, ഇപ്പം ഇതാണ് നമ്മുടെ കുട കേട്ടോ. ഇതാണ് കുട. കുടയിൽ ഒരു ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇത് ഇരുമ്പിൻ്റെ ആണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇരുമ്പിൻ്റെ ആണിത്. പിന്നെ അത് അതൊരു ഇങ്ങനെ ഒരു പില്ലറിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നൊരു 1 2 3 4 ഒരു 10 പേർക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അതിൽ ഞാൻ തനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബീച്ചിലെല്ലാം കണ്ട് ബീച്ചിൽ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നമ്മുടെ പാർക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ നല്ല ക്രൗഡ് ഉണ്ട് കേട്ടോ. നമ്മൾ വിചാരിച്ചു മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ബീച്ചിൽ അധികം തിരക്കൊന്നും ഉണ്ടാവത്തില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നല്ല തിരക്കുണ്ട്. ഈ സമയത്തൊക്കെയാണ് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നത്, ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കാലുകുത്താൻ സ്ഥലമില്ല സത്യം പറയുകയാണെങ്കിൽ ആ ചെറിയൊരു ഏരിയയിൽ. ഇത് ഒരു എൻട്രൻസ് തുറന്നിട്ട് ഇത്ര ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുഴുവൻ എൻട്രൻസ് തുറക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ക്രൗഡഡ് ആയിരിക്കും. പിന്നെ വണ്ടിയിലൊന്നും മീൻസ് കാറിലൊന്നും ഇവിടെ പ്രിഫറബിൾ അല്ല കേട്ടോ. കാരണം പാർക്കിംഗ് എന്ന് പറഞ്ഞ സംഭവമേ കിട്ടത്തില്ല. നമ്മൾ തന്നെ പിന്നെ ആ മോസ്കിന്റെ ബാക്ക് സൈഡിൽ ഒരു സ്ലോട്ട് കിട്ടിയ കാരണം കൊണ്ട് പെട്ടെന്ന് കയറി പാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എല്ലാ വണ്ടികളും കണ്ടില്ല ഇവിടെ വെയിറ്റിംഗ് ആണ് പാർക്കിങ്ങിനും പിന്നെ ആ കെഫ്റ്റേരിയയിലൊക്കെ. അതുകൊണ്ട് വണ്ടിയിൽ മാക്സിമം വരാതിരിക്കുക, കുറച്ച് ദൂരെ പാർക്ക് ചെയ്തിട്ടിട്ട് അവിടെ നിന്ന് നടന്നു വരെയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. കാരണം ഇവിടെ ഒന്നും പാർക്കിംഗ് സ്ലോട്ട് കിട്ടത്തേ ഇല്ല, 100% കൺഫേം ആണ്. പിന്നെ നമ്മുടെ ലക്ക് പോലെ ആരെങ്കിലും അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നു മാത്രം. പിന്നെ ഇവിടെ പിന്നെ അധികം നേരം നിന്നില്ല നമ്മൾ. കാരണം വെച്ചാൽ ഒന്നാമത്തെ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട്, നല്ല ചൂടാണ്, വേർത്ത് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റുന്നില്ല, അത്ര തിരക്കാണ്. ബീച്ചിൻ്റെ ഒരു ചെറിയ ഭാഗം ഓപ്പൺ ആയിട്ടുള്ളൂ. ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഏരിയയും ചെറുതാണ്. അതിനകത്ത് തന്നെ ഒരുപാട് പേരാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതിനകത്തേക്കൊന്നും ഇറങ്ങിയില്ല. ബീച്ചിൽ ഇറങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഈ മോസ്കിൻ്റെ അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ്, നല്ല പോസിറ്റിവിറ്റിയാണ് സത്യം പറയുകയാണെങ്കിൽ. കാരണം ഇവിടെ അധികം ആളുകളൊന്നും വന്ന് ഇരിക്കുന്നത് കാണാനില്ല, പുറത്തൊന്നും ക്ലീൻ ആണ്. പിന്നെ ഈ ബുഷസ് ഉണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്ക് കുറച്ച് ഇവിടെ ഇരുന്നിട്ട് പോകണമെന്നുണ്ടായിരുന്നു. നല്ല വൈബാണ് ഇവിടെ ആക്ച്വലി. അങ്ങനെ നമ്മൾ ഇന്നത്തെ ബീച്ച് ട്രിപ്പ് അവസാനിപ്പിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. ടാറ്റാ ബൈ ബൈ, സീ യു ബൈ.